ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡേറ്റാണ്. അതായത് കുറേ നാൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഇത് മിസ്റ്റർ സെബാസ്റ്റ്യൻ. ഇദ്ദേഹം എന്ന് വെച്ചാൽ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ ഒരു അതിന് ഫുള്ളായിട്ട് എങ്ങനെ പറയാം, മൈക്രോ അങ്ങനെ തന്നെയല്ലേ പറയാം. ഓക്കെ, അത് കൊച്ചിയിലെ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ നമ്മളോട് ഞാൻ കൺവീനിയൻസ് ട്രിവാൻഡ്രം ഉണ്ട്. അങ്ങനെ ട്രിവാൻഡ്രത്ത് മാസത്തിൽ 2 ദിവസം വരും, ബാക്കി സമയത്ത് കൊച്ചിയിലാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകാൻ പോകണം. അപ്പോൾ ഞാൻ ഇതുവരെ ഐബ്രോസിൽ ഒന്നുമേ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ്സ് ഓൾ. അപ്പോൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കറിയുന്ന തന്നെ ഒരുപാട് പേർ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ എല്ലാം വീഡിയോസ് നോക്കുകയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കി ചെയ്തിരിക്കുന്ന കാണുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, ഓരോരുത്തരെയും കാണുമ്പോൾ. ആൻഡ് ഫൈനലി ഞാൻ സെബാസ്റ്റ്യനെയാണ് അത് നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ പുള്ളിക്കാരൻ ചെയ്ത്. അങ്ങനെ ഞാൻ ജസ്റ്റ് കോൺടാക്റ്റഡ്, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നമ്പറൊക്കെ എടുത്തിട്ട്. അതിൽ നമ്പർ ഉണ്ടായിരുന്നു, അല്ലേ ഞാൻ ആ കണ്ട വീഡിയോയിൽ. യെസ്. അപ്പോൾ ഒരു കൺവീനിയൻറ്റ് ഡേറ്റിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ, ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് എത്ര നമ്മൾ ഓണത്തിന് മുന്നേ ചെയ്യാനിരുന്നതാണ്. യെസ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ എനിക്ക് അസൗകര്യമായിരിക്കും, അല്ലെങ്കിൽ യു വിൽ ബി വെരി ബിസി. അങ്ങനെ ആൻഡ് ഫൈനലി എത്തി. അപ്പോൾ മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ട ഐബ്രോസ് ആയിരിക്കില്ല, എനിക്കിനി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കുറച്ച് സഹിക്കാവുന്ന വേനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അഡ്ജസ്റ്റബിൾ ആണ്. അതെ, എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്പിങ് ക്രീം ഇട്ടിട്ടിരിക്കുവാണ് ഞാൻ. അതാണ് അത് 1/2 മണിക്കൂർ ഇട്ടിട്ടാണ് തുടങ്ങിയത്. ഇപ്പം ഞാൻ മാത്രമല്ല, അനുക്കുട്ടിയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇവിടെ സാഹസത്തിനൊരുങ്ങുകയാണ്, അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടാവും, പ്രൊസീജിയർ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ആഡ് ഓൺ ചെയ്യാനുണ്ടോ പറയാനായിട്ട്? നമ്മൾ നോർമൽ ഐബ്രോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒന്ന് മൈക്രോ ബ്ലേഡിങ്, ഐബ്രോ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ബ്രോ എന്ന് പറയും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഓൾറെഡി കുറച്ച് ഹെയർ ഉണ്ട്, ഒട്ടും ഇല്ലാതില്ല. അതുകൊണ്ട് നമ്മൾ മൈക്രോ ബ്ലേഡിങ്ങും പിഗ്മെന്റേഷനും ഷെയ്ഡിങ് കൂടി മിക്സ് ചെയ്തിട്ട് കോമ്പിനേഷൻ ബ്രോ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ബ്രോ അല്ലേ. അപ്പോൾ എനിക്ക് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് മൈക്രോ ബ്ലേഡിങ് പ്ലസ് പിഗ്മെന്റേഷൻ, രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. ചിലർക്കാണെങ്കിൽ പിഗ്മെന്റേഷൻ മാത്രം മതി അല്ലേ. ഈ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ ബ്ലേഡ് ഉപയോഗിച്ച് ഹെയർ സ്ട്രോക്ക് വരച്ചെടുക്കും. ഓക്കെ, ഹെയർ സ്ട്രോക്ക് വരച്ചെടുക്കുക. പിഗ്മെന്റേഷൻ വരുമ്പോൾ മൈക്രോ നീഡിൽ ഉപയോഗിച്ച് കുറച്ച് ഷെയ്ഡ് ചെയ്ത് ഷേപ്പ് ചെയ്യാം. ഐബ്രോ ടാറ്റൂയിങ്, വാട്ട് ഈസ് ടാറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാറ്റൂ നീഡിലും ടാറ്റൂ ഇങ്ക് ഉപയോഗിച്ച് ടാറ്റൂ ചെയ്യുന്ന പോലെ ഐബ്രോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ടാറ്റൂ കിടക്കുമ്പോൾ പെർമനന്റ് ആണ്, അതുപോലെ ഇരിക്കും. നല്ല കട്ടി, ഭയങ്കര കളറും ആയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കളർ ഷെയ്ഡ് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അതെ, ഒരു ആർട്ടിഫിഷ്യൽ കൂടുതൽ വരും. ടാറ്റൂയിങ് മാത്രമാണ്. ഇതാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. മൈക്രോ ബ്ലേഡിംഗ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ഇപ്പോൾ മൈക്രോ ബ്ലേഡിങ്ങിന്റെ ലാസ്റ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 to 5 years. സ്കിൻ ടൈപ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ പോലെ. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഷെയ്ഡ് ചെയ്താൽ മതി അല്ലേ, വന്നിട്ട് ടച്ചപ്പ് ചെയ്യേണ്ടി വരും ഇടയ്ക്ക് ഒരു 1-2 വർഷം കഴിയുമ്പോൾ അല്ലേ. അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാതാവുന്നു. നോർമലി ലാസ്റ്റ് ചെയ്യുന്നത് 2 to 5 years വരെ. ഓക്കെ, 2 to 5 years വരെയാണ്. അതിനിടയ്ക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാതെ നമുക്ക് തോന്നുന്നു ഇനി ഒന്നുകൂടി എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ ഇത് പ്രൊസീജിയർ ടോട്ടൽ ഒരു എത്ര സമയം എടുക്കും? നമുക്കിപ്പോൾ ഇങ്ക് പിടിക്കുന്ന നല്ല ടൈപ്പ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 40 minutes, 40 മിനിറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ നീണ്ടു പോകും കൂടി ചേർത്ത്. ഓക്കെ, അപ്പോൾ ഒരു കോമ്പിനേഷനാണ് എനിക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്പിങ്ങിന്റെ എഫക്റ്റ് ഏകദേശം 1/2 മണിക്കൂറായി. നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. കണ്ണാടിയൊക്കെ ഊരി വെച്ചിട്ട് തുടങ്ങാൻ പോവാണ്. നമ്പിങ് ക്രീം തുടച്ചു മാറ്റുന്നു. യെസ്, ഇതാണ് എൻ്റെ ഒറിജിനൽ അല്ലേ, ഇതാണ് എൻ്റെ ഒറിജിനൽ ഐബ്രോസ്. ഇനി ഇതാണ് നമ്മൾ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച്, അത് കോമ്പിനേഷൻ ആണ് ചെയ്യാൻ പോണത്. മൈക്രോ ബ്ലേഡിങ് പ്ലസ് പിഗ്മെൻറ്റേഷൻ. ഓക്കെ, ഐബ്രോ പിഗ്മെൻറ്റേഷൻ, അത് രണ്ടും കൂടിയുള്ള ഒരു കോംബോ ആണ് ചെയ്യാൻ പോണത്, കോമ്പിനേഷനായിട്ട്. അപ്പോൾ ഉള്ള മാറ്റം നമുക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ തുടങ്ങാൻ പോകുന്നു. ഇവിടെ തുടങ്ങാൻ പോകുന്നു. സെബാസ്റ്റ്യൻ തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് റെഡിയാകുക. കൊച്ചിയിൽ എവിടെയായിട്ട് വരുന്നത്? പത്മ തിയേറ്ററിനോട് ചേർന്നാണ്, കളറോൺ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. കറക്റ്റാണ്. ചെയ്തിട്ട് നോക്കിയേ, ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഒടിവാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന നോക്കിയേ, ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ ഒരു കുഴിവിൻ്റെ ആണ് അത് വന്നിരിക്കുന്നത്. അത് ലെവല് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്ര നോക്കിയാലും ചെറിയൊരു ആംഗിൾ വ്യത്യാസം വരും. ഇവിടെ ഒടിഞ്ഞിരിക്കുമല്ലേ, മനസ്സിലായി. ഇതിന്റെ എൻഡ് ഇവിടെ വരും. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ഉള്ള പ്രോ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ വ്യത്യാസത്തിലാണ് അത് അറിയുന്നത്. മാക്സിമം ലെവൽ ചെയ്ത് തന്നെ എടുക്കുക. ഓക്കെ, നോക്കുമ്പോൾ ഒരു 98% കുഴപ്പമില്ല. ഓക്കെ, അതായത് ഇപ്പം ഞാൻ പറയുമ്പോഴാണ് മേഡം അത് ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി. അതെ അതെ, സത്യം. തരാൻ പോവാണല്ലേ ആദ്യം. ആ ഓക്കെ, അറിയാൻ വേണ്ടി. ഓക്കെ, ഇത് കൊള്ളാം അല്ലേ, കണ്ടിട്ട് കൊള്ളാം. നൈസ്. വാവ്, ഇനി എൻ്റെ മുഖം മാറാൻ പോകും. കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബെറ്റർ ആവുമെന്ന് തോന്നുന്നു അല്ലേ, കണ്ടിട്ട്. എനിക്ക് ചേരുന്നുണ്ടാവുമല്ലോ അല്ലേ. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത്. ഇതൊരു സാമ്പിളാണ്. ന്യൂ നീഡിൽ, എക്സ്പയറി 2030 ഉള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ന്യൂ ഇപ്പം പൊട്ടിക്കുന്നത് കാണിച്ചിട്ട്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ തന്നെ ഹെയറേ ഉള്ളൂ. ഐബ്രോസിൽ അതൊരു ഷെയ്ഡും കൂടി കൊടുക്കുമ്പോൾ ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്ത് ആ ബ്ലേഡ്, മൈക്രോ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അല്ലേ. ഞാൻ എല്ലാം ആയിക്കൊണ്ടിരിക്കുവാണ്. തൂക്കോളൂ, ഭയങ്കര ഡിഫറെൻറ്റ്. പക്ഷേ ആണോ? ഓ അയ്യോ സന്തോഷം. ഇത് കുറച്ചുകൂടെ ഫെയ്ഡ് ആവും കേട്ടോ, വേറൊരു കളറാവുന്ന പറഞ്ഞ്. എന്തായാലും കുറച്ചുകൂടെ നമ്മളൊരു യങ്ങർ ലുക്കിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഏജ് കുറച്ചുകൂടെ കുറഞ്ഞതുപോലെ ആകും അല്ലേ അവസാനം ഫൈനലി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സഹിക്കബിളേ ഉള്ളൂ. ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ ഫീലിംഗ്, ഒരു ചെറിയൊരു പുകച്ചിൽ പോലെ, അത്രേ ഉള്ളൂ. ലൈറ്റായിട്ട് നമ്പിങ് ക്രീം ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം. എന്തൊക്കെയാണ് വരുന്നത്? മൊത്തം കൂടി 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് മൈക്രോ ഷെയ്ഡിങ് ചെയ്ത് അതിപ്പോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ഷെയ്ഡ് ഒന്നുകൂടി ചെയ്യും. ഓക്കെ, അതിനുശേഷം മൈക്രോ ബ്ലേഡിങ്. അപ്പൊ ഇതിന് ഒന്നുകൂടെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒന്നുകൂടെ നമ്പിങ് ഇടും? ഇല്ല, ഇതിന്റെ മേളിൽ കൂടെ. ഓക്കെ, ഓക്കെ. ഇതൊന്ന് ഉണങ്ങിയിട്ട് വീണ്ടും കളർ ചെയ്യും. ഓക്കെ, ഓക്കെ. നമ്മൾ തുടച്ചു കഴിയുമ്പോൾ നല്ല കളർ ഉണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യത്തില്ല, വേണ്ടി വരില്ല. അത് നോക്കിയിട്ട് ചെയ്യാം അല്ലേ. രണ്ടാമത് ചെയ്യേണ്ടി വരും. മനസ്സിലായി കണ്ടപ്പോ അല്ലേ. ഓക്കെ, ഓക്കെ, ഓക്കെ. അനുക്കുട്ടിക്ക് നമ്പിങ് ക്രീം ഇട്ട് തുടങ്ങി. നെക്സ്റ്റ് ഇനി അനുവാണ്. അപ്പോൾ സ്റ്റാർട്ടഡ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അനുവിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. ഇന്നൊരു എന്താ പറയുക, ഒരു ഫൺ ഡേ പോലെയാണ്. റിലാക്സിങ് ഡേ. മൈക്രോ ബ്ലേഡിങ് ഈസ് റിലാക്സിങ്. ഈ പ്രോസസ്സിന് പറയുന്ന മൈക്രോ ഷെയ്ഡിങ്. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. അത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈക്രോ ഷെയ്ഡിങ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മൈക്രോ ഷെയ്ഡിങ്. പക്ഷേ ഇത് ഇപ്പം തന്നെ തുടയ്ക്കുവാണ് അല്ലേ. മറ്റത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ടാണ് തുടച്ചത്. ഇത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടയ്ക്കുന്നു. ഇനി ഒന്നുകൂടി ഒന്ന് വരയ്ക്കും. ഇത് ഏത് ഏജ് തൊട്ട് ചെയ്യാൻ പറ്റും? 18 ഇയേഴ്സ് ഓൺവേർഡ്സ് അല്ലേ. 18 വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിന് മുകളിലോട്ട്. പേരൻസിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവർക്കും ചെയ്യാം. ഓ ശരി, പേരൻസിൻ്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ 18 താഴെയുള്ളവർക്കും ചെയ്യാം. ഓക്കെ. ഇനിയുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ പെയിൻലെസ് ആയിരുന്നു. പ്രാക്ടിക്കലി വളരെ കുറച്ച് പെയിനേ ഉള്ളൂ. വളരെ കുറച്ച് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു പുകച്ചിൽ പോലെ ചെയ്ത് കഴിയുമ്പോൾ അത്രേ ഉള്ളൂ. അത് നമുക്ക് നെഗ്ലിജിബിളാണ്. പക്ഷെ ഇനി മൈക്രോ ബ്ലേഡിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേദന ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അറിയുമില്ല. അപ്പോൾ ഇനി വീണ്ടും നമ്പിങ് ക്രീം ഇടുകയാണ്. ഇനി മൈക്രോ ബ്ലേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ശരിക്കും മൈക്രോ ബ്ലേഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അടിപൊളി. ഇത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. അൺസൈക്കബിൾ അല്ലാത്ത നല്ല സുഖകരമായ ഒരു വേദനയില്ല, സത്യം പറയാം. ഒരു ചെറിയൊരു പുകച്ചില്ല, അത്രയേ ഉള്ളൂ. അത് അറിയില്ല, നമ്മളതിൻ്റെ ഒരു ഫ്ലോയിലങ്ങ് പോകും. ഇനി അനു വെയിറ്റിങ്ങിലാണ്. അനുവാണ് നെക്സ്റ്റ്. ഫൈനൽ ക്ലീനിങ്. എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോളൂ, എന്ത് ചെയ്യും അടിപൊളിയായിരിക്കുന്നു. ഫൈനൽ ലുക്ക് ഗംഭീര ഐബ്രോസായി മാറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇതിനെ 15 ഡേയ്സിലേക്ക് ഓവറായിട്ട് വെള്ളം നനയ്ക്കരുത്. 15 ദിവസത്തേക്ക് ഓവറായിട്ട് ആ ഐബ്രോസിന്റെ വെള്ളം ജസ്റ്റ് നനയുന്നുണ്ടൊന്നും കുഴപ്പമില്ല. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഒഴിവാക്കും. അതായത് സോപ്പൊക്കെ ഇട്ട് ഫേസ് വാഷ് ഒന്നും ഇട്ട് കൂടുതലായിട്ട് സ്ക്രബ് ഒന്നും ഐബ്രോയിൽ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫേസിലുള്ള നമുക്ക് ഉപയോഗിക്കാം. ഐബ്രോസിന് മാക്സിമം ഒരു 15 ദിവസത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല. തട്ടാതെ കൊണ്ട് കിടക്കുന്ന പറ്റുന്ന പോലെ. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഇന്ന് ഇപ്പൊ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഓക്കെ, ഇതിപ്പോ നല്ല ഡാർക്ക് ആയിട്ടിരിക്കുന്നു. നാളെ മറ്റേ കുറച്ചുകൂടി കളർ വരും, ഡാർക്കർ ആകും കുറച്ചുകൂടി. ഓക്കെ, അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്കിൻ ഇങ്ങനെ പീലായി ഇളകി വരും. പീലായിട്ട് അത് കഴിഞ്ഞിട്ട് പിച്ച് കളറിൽ തന്നെയാണ് ഇളകി സ്വന്തമായിട്ട് ഇളകി പോകണം. അതായത് ഇന്ന് ഈ കളറുണ്ട്, ഇത് നാളെ മറ്റന്നാളാകുമ്പോൾ ഇച്ചിരി കൂടെ ഡാർക്കർ ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കുക, അത് സ്വന്തമായിട്ട് പീൽ ഓഫ് ആകും. ഇപ്പൊ നമുക്കൊരു ടെൻഷൻ കളർ കൂടുതലാണ്, ഇനി അടുത്ത് പീലായി പോയി കഴിയുമ്പോൾ കളർ കുറഞ്ഞോ എന്നുള്ള ആണ്. അപ്പൊ ടെൻഷൻ അയ്യോ കളർ ഇട്ടുന്നത്, പക്ഷെ വീണ്ടും വരും. അതിനുശേഷം അടുത്തൊരു 3-4 ആഴ്ച കൊണ്ട് സ്വന്തമായിട്ട് നാച്ചുറൽ കളറിലോട്ട്, അതായത് ഈ കളറിന്റെ ഒരു മാക്സിമം ഒരു 40 to 70% 70% വരെ കിട്ടും അല്ലേ? 40 to 70% വരെ നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെങ്കിൽ, നമ്മൾ കെയർ ഇപ്പോൾ ഓവറായിട്ട് വെള്ളം നനയ്ക്കുന്നത്, ഒത്തിരി വെയിൽ കൊള്ളുന്നത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു 20-30 മാത്രമായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. വളരെ ലൈറ്റ് ആയിട്ട്, ഇപ്പം മുറിവുണ്ട ഹീലാകുന്ന ടൈപ്പ് സ്കിൻ ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. വളരെ ലൈറ്റ് ആയിട്ട് നാച്ചുറൽ കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുത്തിരുന്നത്. കോക്കനട്ട് ഓയിൽ നാച്ചുറൽ ആന്റിസെപ്റ്റിക് ഓയിലാണ്, അത് തേക്കാം അല്ലേ? വളരെ ലൈറ്റ് ആയിട്ട് അത് ഒരു വിരലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ഒരു വിരൽ തന്നെ അത് ഇന്ന് തൊട്ട് വേണമെങ്കിലും ചെയ്യുമ്പോൾ നാളെ നൈറ്റ് തൊട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ലൈറ്റായിട്ട് പുരട്ടി കൊടുക്കാമെന്ന് പറയുന്നു. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പീൽ ഓഫ് ആയി വരും. ഇപ്പോഴും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ കളർ പോകണ്ടാന്നാണ് തോന്നുന്നത്. എനിക്ക് ഇത്ര ഡാർക്ക് ഇഷ്ടപ്പെട്ടു. 40 ഡേയ്സ് ഒക്കെ 30 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല കളറൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിറ്റിങ്ങിന്റെ ആവശ്യമില്ല. അതായത് ഒരു 30 to 45 ഡേയ്സ് കൊണ്ട് നമ്മുടെ മാക്സിമം നമ്മൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, കുറവ് പോരാ, ഇച്ചിരി കൂടെ കളർഫുൾ ആവണം അല്ലേ, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡൊക്കെ വേണം തോന്നുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സിറ്റിങ്ങിനും കൂടി പോയാൽ മതി. അത് ഇത്രയും സമയം എടുക്കില്ല. ഇത് 1 hour എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ½ an hour തീരും. അപ്പോൾ ഈസിയാണ്, അത്രേ ഉള്ളൂ. ഇതൊരു 3 മുതൽ 5 വർഷം വരെയാണ്, 2 to 5 years ആണ് ഇതിൻ്റെ ഗ്യാരണ്ടീഡ് പീരീഡ് ആയിട്ട് പറയുന്നത്. അതിനിടയ്ക്ക് കുറയുന്നു തോന്നുമ്പോൾ നമുക്ക് ഇതുപോലെ ചെന്നൊരു ഫില്ലിങ് പോലെ ടച്ച് ചെയ്താൽ മതി. നല്ലത് തന്നെ. ഓ നല്ലത് കേട്ടോ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം, വേദനയില്ലാണ്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തതെന്നു. എന്താണ് സെബാസ്റ്റ്യൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരാനുള്ളത്? ആർ യു ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്? ആഗ്രഹിച്ച പോലെ നല്ലതായിരുന്നു, പെട്ടെന്ന് തന്നെ എനിക്ക് പിടിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, സന്തോഷമായി. ഓ, എനിക്കിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ. എന്തായാലും സന്തോഷം. ഇനി അടുത്ത ആൾ വെയിറ്റിംഗിലാണ്, അനുക്കുട്ടി. ഓവറായിട്ട് കാണുന്നത് ചിലവർക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. ഓ, അങ്ങനെയൊക്കെ വരുമോ? ചിലപ്പോൾ കുറച്ച് ബ്ലീഡിംഗ്, വളരെ കുറച്ച് സ്വെല്ലിങ്, അത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. റെഡ്നെസ്, സ്വെല്ലിംഗ് ഒക്കെ ചിലരുടെ സ്കിന്നിൽ അങ്ങനെ വരും. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് പോലെയാണ്. അതൊന്നും കാര്യമാക്കണ്ട, വന്നാലും പ്രശ്നമില്ല, ഹീലായിക്കോളും. ഇനി അടുത്ത അനുക്കുട്ടിയുടെ കാണാൻ പോവാണ്. ഞാനും കാണുന്നു, അനു ചെയ്ത് ഞാൻ ഇത്ര നേരം അനു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, എല്ലാം കണ്ട് മനസ്സിലാക്കായിരുന്നു. റൗണ്ട് ഫേസിന് പറ്റിയതാണ് കുറച്ച്. എനിക്കൊന്ന് റൗണ്ട് ഫേസിന് ഇച്ചിരി വലിപ്പമുള്ളത് ചേരും ആയിരിക്കും. വരച്ചു നോക്കാൻ പറ്റും. അതെ 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 അതെ, മാറ്റം വരത്തില്ല. ഫുള്ളറായിട്ടിരിക്കുന്ന തന്നെ എനിക്ക് ഇഷ്ടം. എന്താണോ ബ്രോ അത് തന്നെ ഷേപ്പ് ചെയ്ത് കുറച്ചൊന്ന് അറച്ചാക്കി എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ വലിയ ആർട്ടിഫിഷ്യൽ ഫീൽ വരത്തില്ല. ഹീലായി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും. മേപ്പോട്ട് പൊക്കുമ്പോൾ ഹീലായി കഴിയുമ്പോൾ ടാറ്റു പിടിച്ചാൽ ഇവിടെ ഒരു ഷെയ്ഡാണ്. പിന്നെ നമ്മൾ എപ്പോഴും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടച്ചപ്പ് ചെയ്യേണ്ടി വരും. ഇത് മതി.
കൊള്ളാം. അങ്ങനെ വേദനയൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓ പെർഫെക്റ്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓ കൊള്ളാം. ഉടമീ അമ്മയെ നോക്കണോ? അതെ കൊള്ളാം. ഹാപ്പി. അവൻ കിടന്ന് ഒരു മൈക്രോ ബ്ലേഡിങ് ചെയ്യട്ടെ മോനെ, മൈക്രോ ബ്ലേഡിങ് ചെയ്യട്ടെ കുഞ്ഞു, വരക്കട്ടെ. യെസ്, അപ്പോൾ നമ്മളൊന്ന് ഫൈനൽ, വി ആർ ഡൂയിങ് ദ ഫൈനൽ കൺക്ലൂഷൻ. അങ്ങനെ 2 പേര് അതെ മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളൊന്ന് റീഷേപ്പ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ മുഖം ഒന്ന് അടിപൊളിയായിട്ട് 2 പേർക്കും സെറ്റ്. ഇനി നമ്മളൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ലൈറ്റർ ആവും. ഇനി ഫൈനലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് സ്റ്റേജാണ്. നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല, വേദന ഒന്നും ഇല്ലായിരുന്നല്ലോ. എക്സലന്റ്, ഓ സൂപ്പർ, നല്ല വർക്ക്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സെബാസ്റ്റ്യൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൊച്ചിയിൽ ഇവിടെ ട്രിവാൻഡ്രത്തും ഉണ്ട് ഇവർക്ക്. കൊച്ചിയിൽ പത്മ തിയേറ്ററിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്, കളറോണാണ് പത്മ തിയേറ്ററിൻ്റെ അടുത്താണ്, തൊട്ടടുത്ത്. ആൻഡ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം. ട്രിവാൻഡ്രം 2 ദിവസം, കാലിക്കറ്റ്, ഓ അവിടെ പോകാറുണ്ട്, ചെന്നൈ, ബാംഗ്ലൂർ, എല്ലാ സ്ഥലത്തും വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോൺ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, പിൻ ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം. അപ്പോൾ താങ്ക് യു, എത്ര താങ്ക് ചെയ്താലും മതിയാവുന്നില്ല.